പൂന്താനം ഒരു റിയലൈസ്ഡ് യോഗിയായി. അതെ, റിയലൈസ്ഡ് യോഗി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജ്ഞാനോദയം കിട്ടിയ ഒരു യോഗിയായിരുന്നു. അപ്പം മൺട്രോയോട് ചോദിച്ചു, ഇത്തരത്തിലുള്ള 6 ലോകങ്ങളുണ്ട്, അതെങ്ങനെയാണ് സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നതെന്ന് ചോദിച്ചു. ഇതെല്ലാം എനർജിയുടെയും പ്രകമ്പനങ്ങളുടെയും ലോകമാണ്. സാധാരണക്കാരിൽ ഭൂരിഭാഗം ആൾക്കാർക്കും ഈ സ്വർലോകം വരെ എത്താൻ സാധിക്കും. ഓജെ സിംപ്സൺ മരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് സ്റ്റീവ് ഓജെ സിംപ്സണുമായിട്ട് ബന്ധപ്പെട്ടു. അതിലും ആ റെക്കോർഡിങ് വന്നിട്ടുണ്ട്. ഞാനിതാ തറപ്പിച്ച് പറയുന്നു, നിങ്ങളുടെയൊക്കെ വിശ്വാസ പ്രമാണം ഒരു പിഞ്ഞാണി ഉടയുന്ന പോലെ എൻ്റെ കാൽക്കൽ തകർന്ന് തരിപ്പണമായിട്ട് കിടക്കുകയാണെന്നും പറഞ്ഞ് ശക്തമായ മറുപടിയാണ്. സിദ്ധലോക അത് ഇതെന്നും പറഞ്ഞൊക്കെ ഉണ്ട്. ഇതെല്ലാം എനർജി ലോകം. അതെ. പിന്നെ ഇത് നമ്മുടെ മെൻ്റൽ വേൾഡുമായിട്ട് വളരെ ബന്ധപ്പെട്ടിരിക്കുന്നു. മിഡ് ആസ്ട്രൽ വേൾഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ പുരാണത്തിൽ പറഞ്ഞിരിക്കുന്ന ഭുവർ മഹർ സ്വർലോകത്തിലാണ്. ഞാൻ സ്വർലോകത്തിൽ നിന്നാണ് നിങ്ങളെ ബന്ധപ്പെടുന്നത് എന്നാണ് നമുക്ക് മലയാളികളോട് പറയാനുള്ളത്. കാരണം ഈ ഭുവർ മഹർ സ്വർ ജനതപ സത്യലോകം ജ്ഞാനപ്പാനയിൽ വളരെ വ്യക്തമായിട്ട് പൂന്താനം നമ്പൂതിരി ഇത് പറയുന്നുണ്ട്. അപ്പോൾ എങ്ങനെ പൂന്താനത്തിന് ഇൻഫർമേഷൻ കിട്ടി? വി ഡോണ്ട് നോ. കാരണം പൂന്താനം ഒരു പക്ഷേ എങ്കിൽ ഏതെങ്കിലും മീഡിയമായിട്ട് കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവും. മീഡിയമല്ല, ഗുരുവായൂരപ്പൻ്റെ ഒരു ഭക്തനായിരുന്നു. അങ്ങനെ പൂന്താനം ഒരു റിയലൈസ്ഡ് യോഗിയായി. റിയലൈസ്ഡ് യോഗി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജ്ഞാനോദയം കിട്ടിയ ഒരു യോഗിയായിരുന്നു. അപ്പോൾ അങ്ങനെ ജ്ഞാനപ്പാന വായിച്ചു കഴിയുമ്പോഴത്തേക്കും നമ്മൾ അതിശയിക്കും, ഇത് ഇങ്ങനെ ഒരു കാര്യം ഉണ്ടോ എന്ന് അതിശയിക്കും. പക്ഷേ പാശ്ചാത്യ രാജ്യങ്ങളിൽ നടന്നിട്ടുള്ള പരീക്ഷണങ്ങൾ സൂചിപ്പിക്കുന്നത് ഇത്തരത്തിലുള്ള 6 ലോകങ്ങൾ ഭൂമിക്ക് മുകളിലുണ്ടെന്നുള്ളതാണ്. ഇതിനെക്കുറിച്ച് വേറൊരു കൺഫർമേഷൻ വന്നിരിക്കുന്ന മൺട്രോയുടെ അൾട്ടിമേറ്റ് ജേർണി എന്ന് പറഞ്ഞൊരു പുസ്തകമാണ്. ഫെമിലിയർ ബുക്കാണ്. ആ അൾട്ടിമേറ്റ് ജേർണി നിങ്ങൾ വായിച്ചിരിക്കണം. അതിൽ ഫോക്കസ് 22 ഭൂമി എന്ന് പറയുന്നത്. പിന്നെ ഫോക്കസ് 23, അങ്ങനെ 24, 25, 26, 27 വരെ പോകുന്നുണ്ട്. ഓരോ തലങ്ങളാണ്. അതെ. മൺട്രോ ഒരു ശാസ്ത്രജ്ഞനായിരുന്നു. മൺട്രോയുടെ ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അപ്ലൈഡ് സയൻസസ്, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അപ്ലൈഡ്. പിന്നെ ഇതല്ലാതെ വേറൊരു കാരണം ഞാൻ ഉടനെ പറയാം. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അപ്ലൈഡ് സയൻസസിൽ ഇങ്ങനെ ശരീരം വിട്ട് യാത്ര ചെയ്യാൻ പരിശീലിപ്പിക്കുന്നുണ്ട്. അങ്ങനെ മൺട്രോ അതിൽ വളരെ വിദഗ്ധനായിരുന്നു. വേറൊരാളാണ് വില്യം ബുൾമാൻ. വില്യം ബുൾമാനും ഇതിനകത്ത് വിദഗ്ധനാണ്. അവരൊക്കെ പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്, വളരെ ഫേമസ് ആയിട്ടുള്ളത്. അപ്പോൾ അവരുടെ ഈ ഫോക്കസ് ലെവൽ പഠനങ്ങളിൽ നിന്ന് പറയുന്നുണ്ട് മൺട്രോ വളരെ വ്യക്തമായിട്ട് ഇത്തരത്തിലുള്ള 6 ലോകങ്ങളുണ്ട്. അപ്പോൾ മൺട്രോയോട് ചോദിച്ചു, ഇത്തരത്തിലുള്ള 6 ലോകങ്ങളുണ്ട്, അതെങ്ങനെയാണ് സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നതെന്ന് ചോദിച്ചു. ഇതെല്ലാം എനർജിയുടെയും പ്രകമ്പനങ്ങളുടെയും ലോകമാണ്. പ്രകമ്പനം എന്ന് പറഞ്ഞാൽ റെസൊണൻസ് എന്ന് വേണേൽ പറയാം. അപ്പോൾ അത് ഭൗതിക ലോകമല്ല. അവിടേക്കാണ് നമ്മൾ ശരീരം ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ ചെന്ന് ചേരുന്നത്. അപ്പോൾ അത് ശാസ്ത്രത്തിൽ അത് നമുക്ക് സമാന്തര ലോകങ്ങളെന്നേ പറയാൻ പറ്റുള്ളൂ. ഇതൊക്കെ ഫീൽഡുകളുടെ തുടർച്ചയാണ് എന്ന് വേണമെങ്കിൽ ഫിസിക്സ് ഭാഷയിൽ നമുക്ക് പറയാനൊക്കും. ഇതല്ലാതെ ഞാൻ പറഞ്ഞല്ലോ, വേറൊരു മൺട്രോ അല്ലാതെ വേറെ പഠനങ്ങൾ നടന്നിട്ടുണ്ട്. ഡോക്ടർ ബ്രിയാൻ വി എന്നുള്ളതാണ് കറക്റ്റ്. വീസ് നമ്മൾ മലയാളത്തിൽ നടത്തിയ ഹിപ്നോ പരീക്ഷണങ്ങൾ വഴിയും ഇത്തരത്തിലുള്ള ലോകങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. പക്ഷേ ആ കൂട്ടത്തിൽ ഞാൻ പറയട്ടെ, ആ പുസ്തകം വിവർത്തനം ചെയ്ത് ഞാനാണ്. അതുകൊണ്ട് എനിക്ക് വളരെ അല്പം ആധികാരികതയോട് പറയാൻ, ഞാൻ ബ്രിയാൻ വിയുടെ ഓതറാണ്. ഇത് 45 ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്ത ഒരു പുസ്തകമാണ്. അപ്പോൾ അതിനകത്ത് അതിൻ്റെ കൺഫർമേഷൻ വരുന്നത്, ഈ കാതറീൻ എന്ന് പറയുന്ന സ്ത്രീ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ ബ്രിയാൻ വി ഒരു ഹിപ്നോ നിദ്രയിൽ ചോദിക്കും, നിന്നോട് ആരെങ്കിലും സംസാരിക്കുകയാണോ എന്ന് ചോദിക്കും. ഉടനെ പറയാതെ അകലങ്ങളിലുള്ള ഗുരുക്കന്മാർ എന്നോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്, അവർ പറയുന്നതാണ് ഞാൻ പറയുന്നതെന്ന് പറയും. അപ്പോൾ ഇദ്ദേഹത്തിന് ഭയങ്കര സംശയം. അതിനുവേണ്ടി ആ സംശയം ബലപ്പെടുത്താനായിട്ട് ഇദ്ദേഹത്തിൻ്റെ ഒരു കൊച്ചു കുഞ്ഞിൻ്റെ മരണം ഇങ്ങനെയായിരുന്നു എന്നും പറഞ്ഞ് ഈ കാതറീൻ പറയുന്നുണ്ട് ഹിപ്നോ നിദ്രയിൽ. അതായത് കൊച്ചു കുഞ്ഞ് ജനിച്ച് വീണപ്പോഴേ അതിൻ്റെ ഹാർട്ടിൻ്റെ ഒരു വാൽവ് തിരിഞ്ഞിരിക്കുകയായിരുന്നു. അതിന് ചിക്കൻ ഹാർട്ട് എന്നോ മറ്റെയാണ് അവരുടെ സർജിക്കൽ ഭാഷയിൽ ഏതാണ്ട് പറയുന്നത് വാൽവ്. അപ്പം അത് ഈ കാതറീൻ അറിഞ്ഞിരിക്കുന്നു. കാതറീൻ ഒരു പേഷ്യൻ്റാണ്. ഇദ്ദേഹത്തിന് അനേകം വർഷങ്ങൾക്ക് മുമ്പുണ്ടായ ഒരു കുഞ്ഞിൻ്റെ മരണത്തിനെ സംബന്ധിച്ച് കാതറീൻ അറിയണമെന്നില്ല. അത് കഴിഞ്ഞിട്ട് പറഞ്ഞു, എന്നോട് ഗുരുക്കന്മാർ പറയുന്നു നിങ്ങൾക്ക് എപ്പോഴും സംശയമുണ്ട്, ഞാനിപ്പോൾ ആ സംശയം നിവാരണം ചെയ്യാം. അടുത്ത് തന്നെ മിയാമി എന്ന് പറയുന്ന സ്ഥലത്താണിത്. അവിടെ അടുത്ത് റേസ് ഹോഴ്സ് ഉണ്ട്. ഇത് 1980 കാലങ്ങളിൽ നടന്ന പരീക്ഷണമാണ്. നിങ്ങൾ അവിടെ പോയി ടിക്കറ്റ് എടുക്കുക. ടിക്കറ്റ് എടുത്തില്ല, അതിൽ 1ഉം 2ഉം സമ്മാനം നിങ്ങൾക്കായിരിക്കും എന്ന് പറയും. ഇത് ഹിപ്നോ നിദ്ര പറയുന്നുണ്ട്. അത് പ്രകാരം കാതറിനോട് പറഞ്ഞു എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു. അവിടെ പോയി 2 ടിക്കറ്റ് എടുത്തുകൊണ്ട് വരും.
അവിടെ പോയി റാൻഡമായിട്ട് എടുത്തുകൊണ്ട് വരും. എന്നിട്ട് പിറ്റേ ദിവസം വന്നപ്പോൾ ആ 2 ടിക്കറ്റിനുമാണ് സമ്മാനം കിട്ടിയത്. ഇതാണ് അതിൻ്റെ ഒരു കൃത്യമായ പ്രവചനം സാധിക്കും. അത് പക്ഷേ ഖാദറിനോ നമുക്കാർക്കോ പറ്റില്ല, അന്യലോകത്തുള്ള മഹാഗുരുക്കന്മാർക്ക് സാധിക്കും. ഈ മൺട്രോയുടെ പരീക്ഷണങ്ങൾക്കപ്പുറം വേറെ ധാരാളം ആൾക്കാർ ഈ കാര്യത്തിൽ ഗവേഷണം നടത്തിയിട്ടുണ്ട്. പിന്നെ നിയർ ഡെത്ത് എക്സ്പീരിയൻസ് പരീക്ഷണം നടത്തിയിട്ടുണ്ട്. പിന്നെ അല്ലാതെ ഡയറക്റ്റ് എക്സ്പെരിമെൻറ്റ്സ് നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എനിക്ക് അതിനെക്കുറിച്ച് പറയാനൊക്കും. സർ, ഇപ്പോൾ ഈ പറയുന്ന മരണാനന്തര ജീവിതം എന്ന് പറയുമ്പോൾ സാധാരണപ്പെട്ട ആൾക്കാർക്ക് എപ്പോഴും ഒരു പേടി സ്വരൂപമാണ്. അപ്പോൾ അവിടെ ഈ മരണം കഴിഞ്ഞ് അടുത്ത തലങ്ങളിലേക്ക് പോകുന്ന സമയത്ത് ഓരോ തലങ്ങളിലേക്ക് ചെന്നിട്ട് എങ്ങനെയാണ് ഈ 7ാമത്തെ തലത്തിലേക്ക് എത്താൻ വേണ്ടി അവർ നിയോഗിക്കപ്പെടുന്നത്? അതെ, സാധാരണക്കാരിൽ ഭൂരിഭാഗം ആൾക്കാർക്കും ഈ സ്വർലോകം വരെ എത്താൻ സാധിക്കും. ഓക്കെ. എന്നിട്ട് അവിടെ ഒരു ഹോൾ ഓഫ് റെസ്റ്റ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ അത് നമ്മൾ ഈ മരണം കഴിഞ്ഞ് പോകുന്ന സമയത്തല്ലേ ഹോൾ ഓഫ് റെസ്റ്റ്? മരണം കഴിഞ്ഞിട്ട് ആദ്യത്തെ ദിവസങ്ങളിൽ നമ്മൾ, ഞാനൊരു വെബ്സൈറ്റിൻ്റെ പേര് പറയാം, ഹഫ് പാരാനോർമൽ, HUFF, ഹഫ് പാരാനോർമൽ. ഓക്കെ. സ്റ്റീവ് ഹഫ് എന്നാണ് ഈ വെബ്സൈറ്റ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. സ്റ്റീവ് ഹഫാണ്, ഞാൻ 12 വർഷമായിട്ട് ഫോളോ ചെയ്യുന്നത്. ഓക്കെ. സ്റ്റീവ് ഹഫ്, ഞാൻ കഴിഞ്ഞ ഇൻ്റർവ്യൂ പറഞ്ഞത്, ഞാൻ പറഞ്ഞില്ലേ മൂസാവാലയുമായിട്ട് ബന്ധപ്പെട്ടു. മരണപ്പെട്ട പഞ്ചാബി സിംഗർ മൂസാവാല വെടിവെക്കുക എങ്ങനെയാണെന്ന് ചോദിച്ചപ്പം മൂസാവാല പറയുന്നുണ്ട്, ഇത് കണ്ടിന്യൂസ് സ്റ്റോക്കൊന്നുമല്ല, ഓരോ ചെറിയ ചെറിയ സെൻറ്റൻസുകളാണ്. അന്യലോകം കടന്നു വരുന്നതുകൊണ്ട് അതിൻ്റേതായ ഹൂങ്കാര ശബ്ദമൊക്കെ ഉണ്ട്, പക്ഷേ ക്ലിയറായിട്ട് നമുക്ക് കാണാതെ എഴുതി കാണിക്കണം, ഡീകോഡ് ചെയ്ത് ചെയ്യണം. ഒരു സോണി എക്യുപ്മെൻ്റാണ് സ്റ്റീവ് ഹഫ് ഉപയോഗിക്കുന്നത്. അതെങ്ങനെ സ്റ്റീവ് ഹഫ് ഇങ്ങനെ അത് പരിഷ്കരിച്ച് ഇന്നിപ്പോൾ പുള്ളിയുടെ ഈ നല്ലൊരു എക്യുപ്മെൻ്റ് ഉണ്ട് അന്യലോകവുമായിട്ട് ബന്ധപ്പെടാനായിട്ട്. OJ സിംപ്സന്റെ കഥ ഞാൻ പറഞ്ഞിരുന്നു എന്ന് ഓർക്കുന്നില്ല. OJ സിംപ്സൺ അമേരിക്കയിലെ ഒരു ബേസ്ബോൾ പ്ലെയറോ ഫുട്ബോൾ പ്ലെയറോ ഒക്കെ ആയിരുന്നു. അത് TV സീരിയൽ അഭിനയിക്കുന്ന ആളായിരുന്നു. OJ സിംപ്സൺ ഒരു വെള്ളക്കാരിയായ ഒരു സ്ത്രീയെയാണ് വിവാഹം ചെയ്തത്. അപ്പോൾ വെള്ളക്കാരിയായ ഒരു സ്ത്രീയെ വിവാഹം ചെയ്തുകൊണ്ട് അയാൾക്ക് എപ്പോഴും സംശയമായി ഇയാളെ വിട്ടു പോവുകയില്ല എന്നുള്ളത്. അങ്ങനെ എന്തോ ഒരു കാരണം കൊണ്ട് ഇയാൾ ആ സംശയത്തിൻ്റെ പുറത്ത് ഈ സ്ത്രീയെ കുത്തിക്കൊല്ലുക, അങ്ങനെ എങ്ങാണ്ട് അവളെ കൊന്നുകളഞ്ഞു. അതിൽ ദൃക്സാക്ഷികൾ ആരും ഇല്ലായിരുന്നു, പക്ഷേ സാഹചര്യത്തിൽ ധാരാളം ഉണ്ടായിരുന്നു. അവർ മരണപ്പെടുന്നതിന് ഒരു 10-20 മിനിറ്റ് മുമ്പ് അയാളുടെ കാറ് അവിടെ കണ്ടതിനായിട്ടുള്ള ദൃക്സാക്ഷികളുണ്ട്. അങ്ങനെ പല കാര്യങ്ങളും ഒത്തു വന്നപ്പോഴത്തേക്കും അയാൾ തന്നെയാണ് ഇത് കൊന്നതെന്നുള്ളതിന് സ്ഥിരീകരണം വന്നു. പക്ഷേ അയാൾ സമ്മതിച്ചില്ല. അങ്ങനെ അയാളെ വിചാരണയ്ക്ക് വെച്ചു. പക്ഷേ വിചാരണയ്ക്ക് വെച്ചപ്പോഴത്തേക്കും ആ ജൂറി, അമേരിക്കയിൽ ജൂറി സമ്പ്രദായമായി, ഈ നിഷ്പക്ഷരായിട്ടുള്ള ആൾക്കാർ കേട്ടിട്ട് അവരാണ് വിധി പറയുന്നത്. ആ ജൂറി എല്ലാം കറുത്ത വർഗ്ഗക്കാരായിരുന്നു. അപ്പോൾ അന്നത്തെ കാലത്ത് എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരു പ്രൊഫസർ പറഞ്ഞു, പണിക്കരെ ഈ വിചാരണ പൊളിയും. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഒരിക്കലും ഒരു വൈറ്റ് ലേഡിയെ കല്യാണം കഴിച്ച ഒരു ബ്ലാക്ക് മാൻ്റെ മാനസികാവസ്ഥ നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇങ്ങനെയൊക്കെ പറ്റിയെന്നിരിക്കും, അതുകൊണ്ട് കണ്ടോളാൻ പറഞ്ഞു എന്നോട്. ഞാൻ ഡോക്ടർ ഒബിയോട് പറഞ്ഞു നോക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഈ ജൂറിമാരൊക്കെ പറഞ്ഞു ഇത് ദുരൂഹതയുള്ള കാര്യങ്ങളാണ് ഈ വിറ്റ്നസ്സൊക്കെ പറഞ്ഞിരുന്നു, അതുകൊണ്ട് ഇയാളെ വെറുതെ വിട്ടു, കേട്ടോണം. അങ്ങനെ OJ സിംപ്സൺ ഫ്രീ ആയി. പക്ഷേ പിന്നീട് OJ സിംപ്സന് ക്യാൻസർ പിടിച്ചു, OJ സിംപ്സൺ മരിച്ചു. OJ സിംപ്സൺ മരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് സ്റ്റീവ് ഹഫ് OJ സിംപ്സണുമായിട്ട് ബന്ധപ്പെട്ടു. അതിലും ആ റെക്കോർഡിങ് വന്നിട്ടുണ്ട്. ഇത് കഴിഞ്ഞിട്ട് ക്യൂൻ എലിസബത്ത് മരിച്ചതിന് ശേഷം 48 മണിക്കൂറിനകം സ്റ്റീവ് ഹഫ് ബന്ധപ്പെട്ടു. ഇതൊക്കെ ഹഫ് പാരാനോർമൽ ഇതിൽ കാണിക്കുന്നുണ്ട്, നമുക്ക് സെർച്ച് ചെയ്താൽ കിട്ടാവുന്നേ ഉള്ളൂ. അപ്പോൾ ക്യൂൻ എലിസബത്തിനോട് ചോദിക്കുന്നുണ്ട്, 3-4 വർഷം മുമ്പല്ലേ ക്യൂൻ എലിസബത്ത്, എന്താ നിങ്ങൾ ഏത് സമാന്തര ലോകത്താണ് നിൽക്കുന്നത്? ഞാൻ ലൈറ്റ് കാണാനായിട്ട് ലൈറ്റിനെ പ്രതീക്ഷിച്ച് ഇവിടെ ഇരിക്കുകയാണെന്നുള്ള. അപ്പോൾ പ്രകാശ ലോകങ്ങളുണ്ട്, ഇത്തരത്തിലുള്ള സമാന്തര ലോകങ്ങൾ. പ്രതി മുമ്പേ ചോദിച്ചില്ലേ ഉന്നത ലോകങ്ങൾ ജനതപ സത്യ, ഈ 3 ലോകങ്ങളാണ് നമ്മൾ പറയുന്നത്. അതിന് മറ്റു പല പേരുകളുണ്ട്, പിന്നെ സിദ്ധലോക അത് ഇതൊന്നും പറഞ്ഞൊക്കെ ഉണ്ട്. ഇതെല്ലാം എനർജി ലോകങ്ങൾ. പിന്നെ ഇത് നമ്മുടെ മെൻ്റൽ വേൾഡുമായിട്ട് വളരെ ബന്ധപ്പെട്ടിരിക്കുന്നു, മനസ്സിലായില്ലേ? അപ്പോൾ ക്യൂൻ എലിസബത്ത് പറഞ്ഞ് ഞാൻ ലൈറ്റ് കാണാൻ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്, മനസ്സിലായില്ലേ? പ്രൂഫ് ഓഫ് ഹെവൻ എന്ന് പറഞ്ഞൊരു പുസ്തകം എഴുതിയിട്ടുണ്ട് ഡോക്ടർ എബൻ അലക്സാണ്ടർ. ഡോക്ടർ എബൻ അലക്സാണ്ടർ ഹാർവാർഡിലെ
15 വർഷം പരിചയമുള്ള ന്യൂറോ സർജനാണ്. ഒരു 10-50 വയസ്സ് പ്രായമുള്ളപ്പോഴായിരിക്കാം അദ്ദേഹത്തിൻ്റെ ബ്രെയിനിന് മെനങ്കൈറ്റിസ് എന്ന് പറയുന്ന ബാക്ടീരിയ രോഗം പിടിപെട്ടു. മെനങ്കൈറ്റിസ് എന്ന് പറയുന്ന ബാക്ടീരിയ രോഗം പിടിപെട്ടാൽ സാധാരണ രീതിയിൽ ആരും രക്ഷപ്പെടുകയില്ല, ഭൂരിഭാഗം പേരും മരിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പം പത്രത്തിൽ അതിനെക്കുറിച്ചൊക്കെ ചില ഡീറ്റെയിൽസ് വരുന്നുണ്ട്. അപ്പോൾ അന്നത്തെ കാലത്ത് അങ്ങനെ വന്നു, അദ്ദേഹം മരിച്ചു. എത്ര ദിവസത്തേക്ക്? 5 ദിവസത്തേക്ക് മരിച്ചു കിടന്നു. ആ സമയത്ത് അദ്ദേഹം ശരീരം വിട്ട് അന്യലോകങ്ങളിൽ പോയി കണ്ട കാഴ്ചകളാണ് പ്രൂഫ് ഓഫ് ഹെവൻ എന്ന് പറഞ്ഞ ഒരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിൽ അങ്ങൊരു ഹൈലി ക്വാളിഫൈഡ് ഹാർവാർഡ് ന്യൂറോ സർജനാണ്. നഖശിഖാന്തം ഈ സ്കെപ്റ്റിസിനെ എതിർത്തുകൊണ്ട് നല്ല മറുപടികൾ പറഞ്ഞിട്ടുണ്ട്. ഇത്തരത്തിൽ യാതൊരു എക്സ്പീരിയൻസും ഉണ്ടാകാത്ത നിങ്ങൾക്ക് എൻ്റെ പുസ്തകത്തിലെ അവിടുന്ന് ഇവിടുന്നും ചെറി പിക്കിങ് നടത്തി. ചെറി പിക്കിങ് എന്ന് പറഞ്ഞാൽ അറിയില്ലേ, കാലാപറിക്കൽ എന്ന് മലയാളത്തിൽ പറയും. മുളക് തോട്ടത്തിലൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ കാലാപറിക്കുന്നു, അത് മിച്ചമുള്ളത് ഇത് നടത്തി. നിങ്ങളുടെ പ്രസ്താവനകൾ നിങ്ങൾക്ക് ഇതൊന്നും അറിയില്ല. ഞാൻ അനുഭവിച്ച അനുഭവം എനിക്കറിയാം. അതുകൊണ്ട് ഞാനിതാ തറപ്പിച്ച് പറയുന്നു, നിങ്ങളുടെയൊക്കെ വിശ്വാസ പ്രമാണം ഒരു പിഞ്ഞാണി ഉടയുന്ന പോലെ എൻ്റെ കാൽക്കൽ തകർന്ന് തരിപ്പണമായിട്ട് കിടക്കുകയാണെന്നും പറഞ്ഞ് ശക്തമായ മറുപടിയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എനിക്ക് ആ കാര്യത്തിൽ പറയാനൊക്കും. ഉപോത്ബലകമായിട്ട് അനേകം കാര്യങ്ങൾ എൻ്റെ ഗവേഷണത്തിൽ കൂടെ വെളിച്ചത്ത് വന്നിട്ടുണ്ട്. അനേകം പുസ്തകങ്ങളുടെ ഡീറ്റെയിൽസ് ഉണ്ട്. ഇതിലെല്ലാം ഞാൻ ഇതിനെക്കുറിച്ച് പഠിക്കാൻ ഉദ്ദേശിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ആ ഒറിജിനൽ പുസ്തകം അല്ലെങ്കിൽ അത് ഡൗൺലോഡ് ചെയ്ത് കിട്ടിയിട്ട് അത് വായിക്കണം. അത് വായിച്ചിട്ട് അത് ക്രോസ് ചെക്ക് റീചെക്ക് ചെയ്യണം മറ്റു പല പുസ്തകങ്ങളുമായിട്ട്. ഞാനൊരു പുസ്തകം കൊണ്ടുവന്നില്ല, ഇൻ്റഗ്രേറ്റിംഗ് ഈസ്റ്റേൺ ആൻഡ് വെസ്റ്റേൺ സ്പിരിച്വാലിറ്റി എന്ന് പറഞ്ഞൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്. അത് ഇവിടുത്തെ ഒരു മഹായോഗിയാണ്, പ്രേംശരൺ സത്സംഗി. അതായത് ന്യൂഡൽഹിയിലെ ഒരു വലിയ ആശ്രമമുണ്ട്. ആ സത്സംഗി ഹുവാർട്ട് എന്ന് പറഞ്ഞ മറ്റൊരു സൈക്കോളജിസ്റ്റും കൂടിയാണ് എഴുതിയിരിക്കുന്നത്. പേരോർക്കുമ്പോൾ ഞാൻ പറയാം, ഹുവാർട്ട് എന്നല്ല, വേറൊരു പേരാണ്. അപ്പോൾ ആ പുസ്തകത്തിൽ ഈ പരീക്ഷണങ്ങളുടെ രീതികൾ മുഴുവൻ കാണിക്കുന്നുണ്ട്. ആ ഗ്രാഫിൽ നിന്ന് അവർ നിർമ്മിച്ചെടുക്കുന്നതായിട്ടുള്ള മോഡല്. ഇതൊരു 560 പേജ് വരുന്ന വളരെ ഗഹനമായ പുസ്തകമാണ്. അപ്പോൾ നമുക്ക് ആത്മീയ കാര്യങ്ങൾ പരീക്ഷണം വഴി നമുക്ക് എന്തായാലും സന്തോഷം സാറേ. സാറ് പറഞ്ഞ പോലെ ഈ പറയുന്ന കുറേ കാര്യങ്ങൾ ഒരു ഓഷൻ പോലെ സാറിന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ഞാനും ഒരു ചെറിയ രീതിയിൽ കോൺഷ്യസ് റിസർച്ചർ എന്നുള്ള തലങ്ങളിലേക്ക് വളർന്നുകൊണ്ടിരിക്കാൻ പോകുന്ന ഒരാളാണ്. ഈ ഡോക്ടർ ഇട്ടിക്കോൺ വട്ടാനയോടൊപ്പം തായ്ലൻഡിലെ കുറേ റിസർച്ച് ഭാഗങ്ങളിൽ ഞാനും ഇൻക്ലൂഡ് ആവുന്നുണ്ട്. അപ്പം സാറ് പറഞ്ഞ ഈ കുറേ സംഭവങ്ങൾ വളരെ ക്ലിയറാണ്. അതായത് പല മീഡിയംസുമായി സംസാരിക്കുന്ന നിരവധി ആൾക്കാർ നമ്മൾ കാണുന്നുണ്ട്. ആദ്യമൊക്കെ ഇത് കേൾക്കുമ്പോൾ ഇവരേതോ കെട്ടുകഥകൾ പറയുന്നതായിട്ടാണ് തോന്നുന്നത്. പിന്നെയാണ് ദൈവനിയോഗമായിട്ട് അത് ഞാൻ കണക്കാക്കുന്നു. എന്തായാലും സന്തോഷം, സാറിനെ കാണാൻ പറ്റിയതിൽ നന്ദി.